ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണിത്. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഞാനൊരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാരണം മാവിലിട്ടതിന് ശേഷം അത് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് അത് എല്ലായിടത്തും ഒരുപോലെ ആകണമെന്നില്ല. ഇതാകുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഒഴിവാക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല, മുട്ട അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മുട്ടയെല്ലാം നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഒരുപാട് അങ്ങ് ടൈറ്റായി പോകരുത്, അതുപോലെ ഒരുപാട് ലൂസാകാനും പാടില്ല. അപ്പോൾ ഒരല്പം ഓയിൽ കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആകുന്ന രീതിയിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മയപ്പെടുത്തി എടുക്കാവുന്നതാണ് കേട്ടോ. മാവ് ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല സോഫ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു തുണി ഇട്ടതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു കോട്ടൺ തുണി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ ഒരു സവോള, ഒരു ചെറിയ സവോളയും എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർക്കുക കേട്ടോ, അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റിന് ക്യാപ്സിക്കം ആവശ്യമാണ്. ഇനി അഥവാ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നീളത്തിലാണ് ഇത് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ നൈസായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ചേർക്കുന്നുണ്ട്. അതുപോലെ ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ടൊമാറ്റോ സോസും കൂടി ചേർക്കാം. ടൊമാറ്റോ സോസ് 1-2 ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ്. ഇനി 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരി ഇല്ലയെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കാവുന്നതാണ്. അതിപ്പോൾ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. ഞാനിതിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കുന്നുള്ളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് ലാസ്റ്റിൽ ഓരോന്നായിട്ട് റെസിപ്പിയിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിരുന്ന മാവ് എടുക്കാം. മാവ് ഒന്നും കൂടി ഒന്ന് മയപ്പെടുത്തി എടുക്കാം, സോഫ്റ്റാക്കി എടുക്കാം. ഇനി ഞാനിവിടെ സേവനാഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2-3 തരത്തിലുള്ള ചില്ലുണ്ടല്ലോ, ഇതുപോലെ ചെറിയ ഹോൾസ് ഉള്ളത്. അപ്പോൾ ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ള ഹോളുള്ള ചില്ലാണ്. അപ്പോൾ ഇത് എടുക്കരുത്, കുറച്ചുകൂടി നൂലപ്പത്തിനൊക്കെയുള്ള ചില്ലെടുക്കുക. അതില്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള ചില്ലെടുക്കുക കേട്ടോ. ഒരുപാട് വലിപ്പമുള്ള ചില്ല് എടുക്കരുത്, എങ്കിലത് ഇത് തയ്യാറാക്കുമ്പോൾ ഒരുപാട് വലിപ്പമായി പോകും. അതുകൊണ്ടാണ്. മാത്രമല്ല ഗോതമ്പ് പൊടി കൂടിയാണല്ലോ, അത് വെന്ത് വരുമ്പോൾ കുറച്ചുകൂടി വലിപ്പം വയ്ക്കും. ഇനി നമുക്ക് ഈ മാവൊന്ന് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ചിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മാവ് രണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മാവല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അധികം ഒരുപാടൊന്നും ഇല്ല. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ ആ ഒരു ഷേപ്പിൽ വട്ടത്തിലൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇനി ഞാനിവിടെ ഗ്യാസിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. പരന്ന ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒന്ന് തിളച്ച്, ഞാനിതിപ്പോൾ ഒന്ന് ചൂടൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതൊന്ന് പിഴിഞ്ഞ് ഒഴിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ചൂടടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പിഴിയുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ഓയിലാക്കി വെച്ചിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ഒരുമിച്ച് ഒറ്റ റൗണ്ടിൽ ആക്കിയെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എങ്ങനെ വേണോ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം എത്രത്തോളം നിങ്ങൾക്കത് ആദ്യം ആ ഒരു വെള്ളത്തിൽ വേവിച്ചെടുക്കാൻ പറ്റുമോ അത്രയും ഇട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഇടരുത്, എങ്കിൽ എല്ലാം കൂടി ചിലപ്പോൾ സെറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ടൈമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. പെട്ടെന്ന് തന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അതെടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ, കയ്യിൽ വെച്ചതൊന്ന് പിതുക്കി നോക്കുക. അപ്പോൾ വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ അല്പം കൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട് കേട്ടോ. ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇനി ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഓയിലൊക്കെ ചേർത്തിട്ടാണ് മാവ് കുഴച്ചിട്ടുള്ളത്, മുട്ട ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിതിൽ മുട്ട ചേർത്തത്. ഇനി മുട്ട വേണ്ടാത്തവർക്ക് പകരം നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഞാനിത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി നല്ല സ്റ്റിക്കി ആയിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ്. ഐസ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ കണ്ടിട്ടില്ലേ, നന്നായിട്ട് തന്നെ ഒന്ന് വിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യം ഒന്ന് അരിപ്പയിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. അതിനുശേഷമാണ് ആ പാത്രത്തിലേക്ക് ഇട്ടൊന്ന് വെള്ളം തോർത്തിയെടുക്കുന്നത്. ഇനി ഡയറക്റ്റ് അതിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഒന്ന് തോർന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിൽ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഒട്ടും തന്നെ അത് പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കോരി ഉറപ്പായിട്ട് നിങ്ങൾ തണുത്ത വെള്ളത്തിൽ ഇടുക കേട്ടോ. ആ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യരുത്. അല്ലെങ്കിൽ അതെല്ലാം കൂടെ കട്ടയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ചൂടായിട്ട് തന്നെ ഇരിക്കുമ്പോൾ അത് കട്ടയായി പോകും. പക്ഷേ തണുത്ത് വെള്ളത്തിൽ മാറ്റുമ്പോൾ നന്നായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഞാനിവിടെ ഒരു പാനിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ് റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പച്ചമണം മാറി വന്നപ്പോൾ അതിലേക്ക് ഞാനിവിടെ ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഇച്ചിരി വേകാനുള്ള ടൈം എടുക്കുമല്ലോ, അതുകൊണ്ടാണ് ആദ്യം ക്യാരറ്റ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കുക. സവാള ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അളവിലാണ് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ക്യാബേജ് ചേർക്കാം. അപ്പോൾ ക്യാബേജിന് അധികം വേവിൻ്റെ സമയമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ നൂഡിൽസൊക്കെ കടയിൽ നിന്നൊക്കെ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി തന്നെയാണ്. ഉറപ്പായും കുട്ടികൾക്ക് ഇഷ്ടമാവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഇതിൽ മുട്ടയൊക്കെ സ്ക്രാമ്പിൾ ചെയ്ത് ചേർത്ത് കൊടുക്കാം, ചിക്കനൊക്കെ വേവിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും അധികമായിട്ട് വേകേണ്ട ആവശ്യമൊന്നുമില്ല. അടച്ചൊന്നും വേവിക്കരുത്. ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന സോസ് എല്ലാം കൂടി ഉണ്ടല്ലോ, അത് ഒരുമിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് ഓരോന്നായിട്ടും സെപ്പറേറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, ഒരു കുഴപ്പമില്ല. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി സോസ് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ടൊമാറ്റോ സോസ് മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതിയാകും. നമ്മളിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണല്ലോ, അപ്പോൾ പിന്നെ കുറച്ചുകൂടി ആ ഒരു ടേസ്റ്റ് കറക്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ സോസും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ലാസ്റ്റിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ പറ്റി പിടിക്കുകയോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും, പക്ഷേ ഇത് നന്നായിട്ട് തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുക തന്നെ ചെയ്യും. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. സ്പൂൺ കൊണ്ട് അധികം മിക്സ് ചെയ്യാതെ ഇതുപോലെ കടായി എടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്